ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പൊന്നാനിയിൽ മദ്യലഹരിയിൽ യുവാക്കൾ കാറിടിച്ച് കൊലപ്പെടുത്തിയ മാധ്യമപ്രവർത്തകന്റെ മൃതദേഹം സംസ്കരിച്ചു. NCV ചാനലിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച വിക്രമന്റെ മൃതദേഹം ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കരിച്ചു. മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും ചേർന്നു. വൈകുന്നേരം 4 മണിയോടെയാണ് പൊന്നാനി ഈശ്വരമംഗലം ശ്മശാനത്തിൽ വിക്രമന്റെ മൃതദേഹം സംസ്കരിച്ചത്. രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടുനൽകിയ മൃതദേഹം ആദ്യം NCV ചാനലിലും പിന്നീട് കുറ്റിക്കാട്ടെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തു നിന്നടക്കം സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. തുടർന്ന് മതാചാരപ്രകാരം മൃതദേഹം സംസ്കരിച്ചു. പൊന്നാനിയിലെ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ അനുശോചന യോഗവും ചേർന്നു. കേരള വിഷൻ MD രാജ്മോഹൻ മാമ്പ്ര അധ്യക്ഷത വഹിച്ചു. P. നന്ദകുമാർ MLA അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാത്രി 11:30 പൊന്നാനി പുഴമ്പ്രത്ത് മദ്യലഹരിയിൽ യുവാക്കളോടിച്ച കാർ ബൈക്കിലിടിച്ചാണ് വിക്രമൻ കൊല്ലപ്പെട്ടത്. ജോലി കഴിഞ്ഞു വീട്ടിലേക്ക് പോകുകയായിരുന്ന വിക്രമന്റെ ബൈക്കിനെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വിക്രമനെ അപകടം നടന്ന ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പുഴമ്പ്രത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു ബൈക്കിനെയും യുവാക്കളുടെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഈ ബൈക്കിലിരിക്കുകയായിരുന്ന 2 യുവാക്കളും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പൊന്നാനി NCV ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസറും വാർത്താ അവതാരകനുമായിരുന്നു കുറ്റിക്കാട് സ്വദേശി വിക്രമൻ. ശേഖരൻ, ജാനകി ദമ്പതികളുടെ മകനാണ്. സരിതയാണ് ഭാര്യ. ആദി, നിവേദ്, ആശീർവാദ് എന്നിവർ മക്കളാണ്.